വിവോയുടെ വിവോ പാഡ് 3 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ പാഡ് 3 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ പാഡ് 3ൽ 12.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വന്നേക്കാം. 2.8K റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. റെസൊല്യൂഷൻ വരിക 2800x1968 ആയിരിക്കും. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. AMOLED ഡിസ്പ്ലേ ഇതിൽ വരാൻ ചാൻസ് ഇല്ല. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്റ്റൈലസ് പെന്നിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറിൻ്റെ തൊട്ട് താഴെ വരുന്ന പ്രോസസ്സറാണ്. അപ്പം മികച്ചൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ടാബിൽ 12GB റാം വരെയും അതുപോലെ തന്നെ 512GB ഇന്റേണൽ വരെയും വന്നേക്കാം. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഒന്നുകിൽ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ 8 സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വന്നേക്കാം. പിന്നെ Android 14 ബേസായിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ വരാനാണ് സാധ്യത. 8 MP സെൻസർ വന്നേക്കാം. പിന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 10,000 mAh അടുത്ത് വരുന്ന ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബിൽ വരുന്നതായിരിക്കും. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. എത്ര വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും കുറഞ്ഞത് ഒരു 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടെങ്കിലും ഇതിൽ വന്നേക്കാം. നമ്മൾ ഒരു 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പൊക്കെ ഈ ഒരു ടാബിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ആദ്യം ഈ ഒരു ടാബ്ലറ്റ് ചൈനീസ് മാർക്കറ്റിലായിരിക്കും ലോഞ്ച് ചെയ്യുക. അതിനുശേഷം മാത്രമായിരിക്കും ബാക്കി മാർക്കറ്റുകളിലോട്ട് ഈ ഒരു ടാബ് എത്തുക. ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിലും എത്തുന്നതായിരിക്കും. പിന്നെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 35,000 to 40,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ടാബ്ലറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിവോയുടെ വിവോ പാഡ് 3 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.